ചട്ടം പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇന്ന് മോൻ്റെ കൈക്ക് 2 ദിവസമായിട്ട് ഒരു അലർജി ഉണ്ട്. ഓക്കെ ചേട്ടന് ഹെഡ്ഫോൺ കൊടുത്താണ്. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൂടി മോനും അവിടെ ഇരുന്ന്. എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം. പറ 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 കൈ കൊണ്ട് പറ പൊന്നെ. എല്ലാവർക്കും സ്വാഗതം ചെയ്യപ്പാ അന്നേ. പോയി ചേട്ടൻ പോയിട്ടേ തരുള്ളൂ. പറ എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, ഇതാണ് അലർജി കേട്ടോ. ഇപ്പുറത്ത് എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ സ്വാഗതം പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊരു ഇച്ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര വലുതായി വരുന്നേ. അതിങ്ങനെ പെട്ടെന്ന് വലുതാവും. അപ്പോൾ അതിന് വേണ്ടി മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ മോനെ ആ കയ്യിൽ വരുന്ന അലർജി വന്നിട്ട് ഞാനിത് ടാബ്ലറ്റ്സ് മേടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരെണ്ണം നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ മനുഷ്യന് കൊടുക്കുന്ന ടാബ്ലറ്റ്സ്. അപ്പോൾ ഇത് ആൻറ്റിബയോട്ടിക്കും ഇതും കിട്ടി. അപ്പോൾ ഞാൻ അതിൻ്റെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനും കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ 21 ദിവസം ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആ പഴയ കടയിൽ തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവന് 21 ദിവസം കൊടുക്കണം. അവന് എല്ലാ വർഷവും ആ കയ്യിൽ അലർജി വരാറുണ്ട്. അത് എനിക്കൊന്ന് ഡോക്ടർ പറഞ്ഞത് സ്ട്രീറ്റ് പപ്പീസൊക്കെ ഉള്ള, അല്ലാതെ വേറെ നമ്മളെല്ലാ റെസ്ട്രിക്ഷനും കൊടുത്താണ് അവനെ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെഡിസിൻ മേടിക്കാനാണ് വന്നത്. അപ്പോൾ ഒരു ഇത് കിട്ടി. ഇനി ഇത് തീരുമ്പോൾ പിന്നെയും വരണം 21 ദിവസം. ഇനി വേറൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മനുഷ്യൻ്റേതായിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ട്, അതും കൂടെ അവന് മേടിക്കണം. ഇതിപ്പോൾ പെറ്റ് കടയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ 2 ടാബ്ലറ്റ്സാണ് അവന് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഒരു ഗ്യാസിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങാൻ വേണ്ടി വന്നതായിട്ടോ. ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനും കൊണ്ട് വന്നിരിക്കുന്നതാണ് നമ്മുടെ പെറ്റ് കടയിൽ. മോൻ്റെ ബൈക്കിലാണ് വന്നിരിക്കുന്നത്. മോൻ പുറത്ത് നിൽക്കുന്നുണ്ട്. ശരി, പിന്നെ വീട്ടിൽ പോയിട്ട് കാണാം. അവന് മെഡിസിൻ കൊടുക്കണം വന്നിരിക്കുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. അവൻ്റെ കൈക്കൊരു അലർജി മരുന്ന് കൊടുക്കുന്ന കേട്ടോ. ആൻറ്റിബയോട്ടിക് ഇന്നലെ കൊടുത്തു. ഇനി 10-21 ദിവസം കൊടുക്കണം. എല്ലാ വർഷവും വരും അത്. നമ്മൾ ഇത്രയും നല്ലവണ്ണം സൂക്ഷിച്ചിട്ട്. മോഹൻ കഴുക. ചെയ്യണ്ടേ പൊന്നോ? നിനക്കെങ്ങനെ ഈ അലർജി വന്ന്? ഈ ആ സ്ട്രീറ്റ് പപ്പീസൊക്കെ അവിടെ ഇരിക്കുമ്പോൾ നീ പോയി ഗേറ്റിൻ്റെ അവിടെ ഇരിക്കാറില്ലേ? അതുകൊണ്ടാണ് വരുന്നത്. നീ ചെളിയിൽ ഇറങ്ങുന്നില്ല, വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, ബെഡിൽ നിന്ന് ഇറങ്ങുന്നില്ല. പിന്നെ എങ്ങനെ വരുന്നത്? എല്ലാ വർഷവും ആ കയ്യിൽ തന്നെ അലർജി വരും. ഇനി 21 ദിവസം ആൻറ്റിബയോട്ടിക് കഴിക്കണ്ടേ? കഴിക്കണോ? എന്നോട് പറഞ്ഞിട്ടില്ല ഗേറ്റിൻ്റെ അവിടെ പോയി ഇരിക്കരുതെന്ന്. നോക്കി കിടക്കുന്നിങ്ങനെ വള്ളക്കുട്ടൻ. അതിൻ്റെ അടുത്ത് കൈ കാണിച്ചു കൊടുത്തേ. എന്ത് പെട്ടെന്ന് അത് ആ അലർജി വലുതായത് കാണിച്ചു കൊടുത്തേ. അത് കാണിക്കൂല. എവിടെ കൈ? എവിടെ പൊന്നിൻ്റെ കൈ കാണിച്ചു? ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തേ ഡാഡിക്ക്. ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തേ. എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് കൊടുക്ക? ഹലോ. ചെല്ലുമ്പം അലർജി വലുതാവും. അത് പോകാനാ ഒത്തിരി പാടുവാണ്. കൊണ്ട് കിടന്ന് തടവുന്നതാണ്. അതെ, കൊഞ്ചുന്നാണ്. എല്ലാവരും ഈ കൊഞ്ചിച്ച് വഷളാക്കി ചെക്കനെ. കണ്ടില്ലേ അപ്പോൾ കിടന്നു കൊടുക്കുന്നത്. ചേട്ടൻ പോകുമ്പോഴും അച്ഛൻ പോകുമ്പോഴും ഇങ്ങനെയൊക്കെയാണ്. ഇന്ന് ആരാണ് ഇവിടുത്തെ രാജകുമാരനാണോ നീ? നീ ഇവിടുത്തെ രാജകുമാരനാണോ? തറയിൽ 2 നേരം തുടക്കുന്ന തറ കേട്ടോ. ബാഗൊന്നും എടുക്കുന്നില്ലേ? ബാഗ് എടുക്കണില്ലേ? ടാറ്റ. അവിടെ നിന്നുകൊണ്ട് അങ്കിള് നോക്കുന്നു. ഒരങ്കിള് നിന്നെ നോക്കുന്നു. നിൻ്റെ വിശേഷമാണ് ചോദിക്കണത്. അതെ, ഒരങ്കിള്. ബാബു അങ്കിള് സൈക്കിളിൽ പോയപ്പോൾ നിൻ്റെ വിശേഷം ചോദിക്കണം. സ്കൂബി എന്ത് ചെയ്യുന്നു? പോയാ? ഇവന് കയ്യിൽ ഒരു അലർജി വന്നു കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ, അതിന് വേണ്ടി ഡോക്ടർ ആൻറ്റിബയോട്ടിക് തന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഒരെണ്ണം കൊടുത്തു, ഇന്ന് രാവിലെയും കൊടുത്തു.
2 നേരം കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മരുന്ന്. അപ്പോൾ വേറെ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ, വേറെ ഒന്നും കൂടെ ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഇത് ഈ 2 മരുന്ന് കൊടുക്കണം അവന്. 21 ദിവസം കൊടുക്കാൻ പറഞ്ഞേക്കുന്ന കേട്ടോ. ഇതും കൊടുക്കണം. പിന്നെ ഈ ട്യൂബ് തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്യൂബ് തേക്കാൻ പറഞ്ഞാൽ അവൻ തേക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അവൻ നക്കും. അവൻ ആ ട്യൂബ് തേക്കുന്നത് അവൻ സമ്മതിക്കില്ല, മുറിവും അവൻ ഇഷ്ടമല്ല. അവന് പോയി കട്ടിൻ്റെ അടിയിൽ കിടക്കും. അതുമല്ല അവൻ നക്കിക്കളയും. അതുകൊണ്ടാണ് ഡോക്ടർ നമുക്ക് ഈ ആൻറ്റിബയോട്ടിക് 21 ദിവസം കൊടുക്കാൻ തന്നത്. അപ്പോൾ അവൻ്റെ കയ്യിൽ ചെറിയൊരു അലർജി, അത് എല്ലാ വർഷവും വരുന്ന കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ വീട്ടിൽ ഡെറ്റോളും ഒക്കെ വിട്ടിട്ട് കനാൽ വാഷ് വരെ ഇതാണ് കേട്ടോ. അത് ഇന്നലെ ചെറുതായിരുന്നു, ഇന്ന് വലുതായി വന്ന കേട്ടോ. ഇത് പെട്ടെന്ന് വലുതാവേ. ഇത് ഈ കയ്യിൽ അവന് കൂടുതൽ വരേ ഉള്ളൂ. ഈ കയ്യിൽ എന്നെ കൂടുതൽ ഇപ്പോൾ എല്ലാ വർഷവും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മുമ്പുള്ള എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഇതുപോലെ അവന് വന്നപ്പോൾ ഞാൻ മെഡിസിൻ കൊടുക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് ഇന്നലെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രത്തോളം ആ മരുന്ന് തേക്കാൻ പറ്റുമോ തേച്ച് കൊടുക്കുന്നത്. പക്ഷേ തേക്കുമ്പോൾ ഇവൻ നക്കുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് കൊടുത്ത് 21 ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങും കേട്ടോ. ഇത് ഇവന് സ്ഥിരം വരുന്ന. ഒന്നാമത്തെ ഡോക്ടർ പറഞ്ഞു ലാബിന് എപ്പോഴും സ്കിൻ ഡിസീസാണ് എപ്പോഴും വരുന്നത്. നമ്മൾ എത്രത്തോളം നമ്മൾ സേഫ്റ്റി ആയിട്ട് വച്ചുകൊണ്ടിരുന്നാലും ഇവൻ പുറത്തൊക്കെ പോകുന്നതല്ലേ. അപ്പോൾ ഈ സ്ട്രീറ്റ് പപ്പീസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ നടക്കുന്ന വഴിയിൽ അങ്ങനെയൊക്കെ വന്നാൽ ചില പെറ്റിന് വരാം. പിന്നെ ആദ്യം അദ്ദേഹം പറഞ്ഞത് നമ്മൾ ലൈസലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാണ്, ഡെറ്റോളും ലൈസലും. അപ്പോൾ അവൻ ആ തറയിൽ കയറി കിടക്കും. അപ്പോൾ ഡെറ്റോളും ലൈസലും മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളൊരു 6 മാസമായിട്ട് കനാൽ വാഷ്, അതും ഡോക്ടർ തന്നെ എഴുതി തന്ന മരുന്നാണ്. കനാൽ വാഷ് അല്ല, ഫ്ലോർ വാഷ്. കനാൽ വാഷ് എന്ന് പറയുന്ന ഫ്ലോർ വാഷ് ചെയ്യുന്നത് ആ ലിക്വിഡ് ഡോക്ടർ എന്നെ എഴുതി തന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആ കനാൽ വാഷിട്ടാണ് ഇവിടെ തുടക്കുന്നത്. അപ്പോൾ ഒന്നുമല്ല, ഇവനെ ചെളിയിൽ ഇറക്കത്തില്ല. മഴ വന്നു കഴിഞ്ഞാൽ അവൻ ചെളിയിലിറങ്ങി അവനിങ്ങനെ വരും കേട്ടോ. മഴ വന്നു കഴിഞ്ഞാൽ ചെളിയിലിറങ്ങി അവനിങ്ങനെ വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ മഴയൊന്നുമില്ല. അപ്പോൾ അവൻ മുകളിൽ കുളിച്ചിട്ട് ഓടുന്നില്ല. അതിലെന്തോ ആണോ ഇനി സ്ട്രീറ്റ് പപ്പീസ് വരുമ്പോൾ അവൻ ആ ഗേറ്റിൻ്റെ അവിടെയൊക്കെ നിൽക്കാറുണ്ടല്ലോ, അങ്ങനെയാണോ അങ്ങനെ എങ്ങാണ്ടോ വന്നാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. കാരണം ഇവനിങ്ങനെ തന്നെ ഈ ഫ്ലാറ്റിൻ്റെ അകത്ത് ഇട്ട് നമ്മൾ പുറത്തേക്കൊന്നും വിടുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ എന്തോ ആണ്. അപ്പോൾ പുള്ളിക്ക് രാവിലെ തന്നെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഈ മെഡിസിൻ കൊടുക്കണമല്ലോ. അപ്പോൾ ഇന്നലെ ഡോക്ടറെ കാണിച്ച് മെഡിസിനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. 21 ഡേയ്സ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നോട് 2 ആഴ്ച കൊടുത്തിട്ട് ഡോക്ടർ ഇവനെ ഡെയിലി കാണുന്നുണ്ട് കേട്ടോ. പാലൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ഇവൻ്റെ അച്ഛൻ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡെയിലി കാണുന്നുണ്ട്. ഇവന് ഇത് മാത്രമേ വരുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇവന് ഈ ഡിസീസ് മാത്രമേ വരുള്ളൂ, വേറെ ഒന്നും അങ്ങനെ അവന് വരാറില്ല. അപ്പോൾ ഇത് പിന്നെ ലാബിനെന്ന് പറഞ്ഞാൽ എപ്പോഴും സ്കിൻ ഡിസീസ്, ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ പറഞ്ഞ സ്കിൻ ഡിസീസായിരിക്കും വരുന്നത്. അത് പെട്ടെന്ന് വരും. അപ്പോൾ നമ്മൾ 1 മാസത്തോളം മരുന്ന് കൊടുക്കുമ്പോൾ അത് പൊക്കോളും. ഒരു 20 ദിവസം 21 ദിവസം. ഇനിയിപ്പോൾ ഇത് പതുക്കെ ഉണങ്ങി വരും. ഇച്ചിരിയും കൂടെ വലുതായിട്ട് ഉണങ്ങി വരും. ഒരു 21 ദിവസം മരുന്ന് കൊടുക്കണം. പിന്നെ ആ ഓയിൻമെൻറ്റ് തേച്ചാൽ പെട്ടെന്ന് പൊറുക്കും. പക്ഷേ ഓയിൻമെൻറ്റ് തേക്കാൻ അവൻ സമ്മതിക്കില്ല, അവൻ നക്കും കേട്ടോ. നമുക്ക് കാലിലൊക്കെ ആണെങ്കിൽ തേച്ച് കൊടുക്കുക, ഈ കയ്യിലാകുമ്പോൾ അവൻ പെട്ടെന്ന് നക്കും. അതാണ്, അവിടെ പിടിക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവനെ ലുക്വാം വാട്ടറിൽ കുളിപ്പിക്കാൻ ഡോക്ടർ പറഞ്ഞു. ഇതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലവും വന്നു, അതിൻ്റെ കഴിഞ്ഞ കൊല്ലവും വന്നപ്പോഴും ഡോക്ടർ പറഞ്ഞു ലുക്വാം വാട്ടറിൽ കുളിപ്പിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ ചൂട് സമയത്ത് അവനെ ലുക്വാം വാട്ടറിൽ കുളിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ മുകളിൽ കൊണ്ട് ഈ 2 പ്രാവശ്യം കുളിപ്പിച്ചത് എന്തെന്ന് വെച്ചാൽ മുകളിലത്തെ ടാങ്കിൽ വെള്ളം ചൂടാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വെള്ളം ചൂടാക്കണ്ട മിക്സിയിൽ. അപ്പോൾ ഇപ്പോൾ ഇത് വന്നേ പിന്നെ ഇങ്ങനെ മുകളിൽ കൊണ്ടുപോകുന്നില്ല, താഴെ വെച്ച് തന്നെ അവനെ കുളിപ്പിക്കുന്ന. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ച് കിടക്കുന്ന. ഇപ്പോൾ രാവിലെ ഗ്യാസിൻ്റെ മരുന്ന് കൊടുത്തിട്ട് വേണം ആൻറ്റിബയോട്ടിക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഒന്ന് പെറ്റ് കടയിൽ തന്നെ കിട്ടും, ഒന്ന് നമ്മുടെ ഹ്യൂമൻ മെഡിക്കൽ ഷോപ്പിൽ തന്നെ കിട്ടുന്നതാണ്. അതാണ് ഡോക്ടർ എഴുതി തന്ന ചീട്ടിൽ അതാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഇപ്പോൾ കൊടുക്കുന്നു. അതിപ്പോൾ ഒരു 20-21 ദിവസം കൊടുക്കുമ്പോൾ തന്നെ ഇത് ഓക്കെ ആവും. എങ്ങനെ നമ്മൾ സൂക്ഷിക്കട്ടെ. ഇപ്പം ഞാൻ സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടാണ്. ഇവനെ പുറത്തിറക്കുന്നില്ല, ഇവനെ പുറത്തിറക്കാൻ ചത്തിൻ്റെ മുകളിൽ നമ്മുടെ ഈ പ്രദേശത്ത് മാത്രമേ ഇപ്പോൾ അവൻ്റെ അച്ഛനൊക്കെ പോകുമ്പോഴേ പുറത്തിറങ്ങുള്ളൂ. എന്നിട്ട് ഇങ്ങനെ എപ്പോഴും കാലും കൈയും തുടച്ചു കൊടുക്കും. പുറത്ത് മുകളിൽ നിന്ന് ചത്തിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് വന്നാലും കാലും കൈയും അവന് തുടച്ചു കൊടുക്കും. കാരണം നമ്മുടെ ബെഡിലൊക്കെ കയറുന്നുള്ളതുകൊണ്ട് ഞാൻ തുടച്ചു കൊടുക്കും, അപ്പിയിട്ട് തുടച്ചു കൊടുക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ
ഡോക്ടർ ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റും പെറ്റ് ക്ലിനിക്ക്. അപ്പം ഞാൻ പഴയ വീഡിയോസിലൊക്കെ ഞാൻ ആ ക്ലിനിക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ ഒരുപാട് പപ്പീസ് കേട്ടോ, ഒരുപാട് പെറ്റിനെ കൊണ്ടുവന്നിരിക്കുന്നത്, പല രീതിയിലുള്ള പെറ്റ്. രാത്രിയാകുമ്പോൾ അറ്റ റോഡ് മൊത്തം വണ്ടികളാണ് കേട്ടോ. കാരണം എന്തെന്നറിയാമോ, ഈ പെറ്റിനെ കൊണ്ടുവരുന്ന ഒരുപാട് പേര് വണ്ടിയിലായിരിക്കും പെറ്റിനെ, ചിലവർ ഓട്ടോറിക്ഷയിലൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ അവിടെയാണ് ഒരുപാട്. അപ്പോൾ ഇന്നലെ മുഴുവൻ പെറ്റും, പിന്നെ അതുപോലെ ഡോക്ടറിന് ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അകത്ത് വീഡിയോ എടുക്കാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. കാരണം ഇത്രയും തിരക്ക്, അതിൻ്റെ അകത്ത് കുറേ പെറ്റുകളുണ്ട്. അപ്പോൾ അത് ശരിയല്ല. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്റ്റെപ്പിന്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ വീഡിയോ എടുക്കുന്നു ശരിയല്ല എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഇത്രയും തിരക്കും അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളങ്ങനെ വീഡിയോ എടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ അകത്ത് വീഡിയോ എടുത്തില്ല. അപ്പോൾ ഡോക്ടർ ഇവനെ കണ്ടേനെ രാവിലെ കണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ ഞങ്ങളോട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോൺ വിളിച്ചിട്ട് പോയി. അവിടെ തിരക്കായത് കാരണം ഫോൺ വിളിച്ചിട്ട് പോയി. അയാൾ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് എഴുതി തന്നു. അതുകൊണ്ടൊന്നും മേടിച്ചു മരുന്ന്. വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ലാമിന് എപ്പോഴും വരുന്ന ഒരു രോഗമാണ് സ്കിൻ ഡിസീസ്. ചിലപ്പോൾ മുടി കൊഴിഞ്ഞു പോകാം, ചിലപ്പോൾ വേറെ എല്ലാം വരാം, ചിലപ്പോൾ ഇതുപോലെയുള്ള അലർജിക്കൽ സംഭവങ്ങൾ വരാം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതെപ്പോഴും വരാം. ഇപ്പോൾ ഇവന് 3 കൊല്ലമായിട്ട് ഇത് അടുപ്പിച്ച് വരുന്നുണ്ട്, മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. ഞാൻ ഇവൻ്റെ മെഡിക്കൽ കടയിൽ, ഇവൻ്റെ പെറ്റ് കടയിൽ പോയി മെഡിസിൻ വാങ്ങുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണും. അപ്പോൾ നാളെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നാണ്. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്. ഒന്ന് കൊടുത്തേ മോനെ, ബായ് കൊടുത്തേ, എല്ലാവർക്കും കൊടുത്തേ, ബായ് എന്ന് കൊടുത്തേ. മമ്മ പൊന്ന് ബായ് കൊടുത്തേ, നമ്മുടെ പൊന്ന് ബായ് കൊടുത്തേ. AC ഇട്ട് തന്നിട്ടുണ്ട്, കിടന്നോ ഒന്നുമോ ഉള്ളു. മരുന്ന് കഴിക്കുന്ന ഉവാച്ച് പോകാനല്ലേ മോനെ, ഉവാച്ച് പോകാനല്ലേ. ഒരു ബായ് കൊടുത്തേ, നമ്മുടെ പൊന്നൊരു ബായ് കൊടുത്തു. മരുന്ന് കൊടുത്തതിൻ്റെ ദുഃഖമാണ് കേട്ടോ. അവന് മരുന്ന് കഴിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് വായ പൊളിച്ച് കൊടുക്കുമല്ലോ, എനിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. വേറെ ആരൊന്നും മരുന്ന് കൊടുത്താൽ അവൻ സമ്മതിക്കൊന്നുമില്ല. അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ കൊച്ച് കിടക്കാൻ പോകുന്നു, ഉറക്കം വരുന്നു. ഞാൻ AC ഇട്ട് കൊടുത്തു കേട്ടോ. ഭയങ്കര കൊടും ചൂട് കേട്ടോ ഇവിടെ. അപ്പോൾ അവൻ അത് കാരണം ഉണ്ടല്ലോ, എപ്പോഴെപ്പോഴും ഈ തലയൊക്കെ കുളിക്കുന്നുണ്ട്, തല വിയർക്കുന്നുണ്ട്, തലവേദനയാണ്. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.